അപ്പം ഇന്ന് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ. ഫസ്റ്റ് ടൈം ആയ കാരണം ഞാൻ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണെടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. ശരിക്കും മിക്സ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമുക്ക് അരിപ്പയോ അല്ലെങ്കിൽ ഇതേപോലെ തുണിയൊക്കെ വെച്ച് നമുക്കൊന്ന് അരിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടത് ഈ അരിച്ച വെള്ളമാണേ. ഇനി നമുക്കത് വേറൊരു ബക്കറ്റിനകത്തിട്ട് മാറ്റി കൊടുക്കാം. അത് നമുക്കിത് ഇതിൻ്റെ മുകളിലിട്ട് ഇതേപോലൊരു തുണി ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം ഒന്ന് സെറ്റാകാൻ വേണ്ടി വയ്ക്കാവേ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മണ്ണൊക്കെ അടിയിലോട്ട് പോയിട്ട് വെള്ളം മാത്രം മുകളിലിരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് പയ്യെ കോരിക്കളഞ്ഞു കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. ഞാനത് കഴിഞ്ഞ് ഒരു ദിവസം കൂടി വെച്ചായിരുന്നേ. അപ്പോൾ കണ്ടോ ഡിഫറൻസ്. ഇതിനകത്തുള്ള വെള്ളം നമുക്ക് പയ്യെ കളഞ്ഞു കൊടുക്കാം. വെള്ളം കളയാൻ നേരത്ത് സ്പോഞ്ച് ഉപയോഗിക്കണമായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഇല്ലാത്ത കാരണം ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. വെള്ളം ഫുള്ളായിട്ട് മാറ്റി കഴിയുമ്പോൾ ഇതേപോലെ നമ്മുടെ ക്ലേ അതിൻ്റെ അടിയിലുണ്ടാവും. ഇനി നമുക്കിത് ഇതേപോലൊരു തുണി എടുത്തിട്ട് അതിൻ്റെ അകത്തേട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. തുണിക്ക് ഇച്ചിരി കട്ടി ഇട്ടാൻ വേണ്ടി ഞാൻ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുത്തേ. ഒറ്റ ലെയറിലിട്ടാൽ മിക്കവാറും ഇത് ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്കി കൊടുക്കാം. ഇനി അതിൻ്റെ 4 സൈഡും നമുക്ക് കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കണേ. കിഴി കെട്ടുമ്പോൾ ഒത്തിരി ടൈറ്റാക്കി കെട്ടല്ലേ, കുറച്ച് ലൂസാക്കി വേണം കെട്ടാൻ. ഇത് നമുക്കിനിയൊരു പാത്രത്തിനകത്തിട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വെയിലത്ത് വയ്ക്കാവേ. അത് കഴിഞ്ഞ് നമുക്ക് വെയിലൊന്നും അടിക്കില്ലാത്തൊരു സ്ഥലത്ത് ഒരു ദിവസം ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ കിഴി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് അതിനകത്തുള്ള ക്ലേ ഒന്ന് ശരിക്കും കൈ കൊണ്ട് പരത്തി കൊടുക്കാം. കുറച്ച് കട്ടിക്ക് നമ്മുടെ ക്ലേ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് സെറ്റാക്കി എടുക്കാവേ. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഇത് നമുക്ക് ശരിക്കും പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ച് സെറ്റാക്കി എടുക്കാവേ. ചില വീഡിയോക്കകത്ത് വെയിലത്ത് വയ്ക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെയിലത്ത് വെച്ചാണ് ചെയ്തത്. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാവേ. കുഴയ്ക്കുന്ന സമയത്ത് ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. ഇത് നമുക്ക് കുറച്ചധികം നേരം മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി ഏകദേശം വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ വെള്ളമൊക്കെ കൂട്ടി കൊടുത്തായിരുന്നേ. എൻ്റെ ഇങ്ങനെ ഡ്രൈ ആയി പോകാൻ കാരണം ഞാൻ കുറച്ചധികം നേരം വെയിലത്ത് വെച്ചായിരുന്നേ. ഒത്തിരി നേരം ഒന്നും വെയിലത്ത് വയ്ക്കല്ലേ. അപ്പം നമ്മുടെ ക്ലേ ഇവിടെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ചുമ്മാ ഒരു രസത്തിന് ഞാൻ ഇതേപോലെ നൂലൊക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്തേ. ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് കവറിൽ നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചിട്ട് ഒരു ഡപ്പയ്ക്കകത്തോ നമുക്ക് ഇട്ട് വയ്ക്കാവേ.